ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിലെത്തി. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 8-ാമത്തെ അധ്യായം അക്ഷരബ്രഹ്മയോഗമായിരുന്നു. അതിൽ അക്ഷരബ്രഹ്മത്തെ നിരന്തരം സ്മരിക്കണമെങ്കിൽ അതിൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയണം. പിന്നീട് അതിൻ്റെ സ്വരൂപം വിവരിച്ചു. ജീവൻ്റെ മരണാനന്തര ഗതികളെ അക്ഷരബ്രഹ്മത്തിനെ നിരന്തരമായിട്ട് സ്മരിക്കുന്നവർക്ക് ദേഹം വിടുമ്പോൾ അവർ ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം വീണ്ടും കഴിഞ്ഞ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ച ജ്ഞാനവിജ്ഞാന യോഗത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള പോലെ വീണ്ടും ചില കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം, പുരുഷൻ, പ്രകൃതി, ഇതെല്ലാം കുറച്ച് വിവരിക്കുന്നു. അത് വീണ്ടും വരുന്നുണ്ട് ഇനിയൊരു ചാപ്റ്ററിലും കൂടെ. അപ്പോൾ 7-ാമത്തെ അധ്യായം മുതൽ ഭഗവാൻ വളരെ നല്ല ധീരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഉപദേശിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയാണ്, നീ ഇതിലേക്ക് വരൂ എന്ന് ഒന്ന് ഉറപ്പിച്ച് അർജുനനെ അതിലേക്ക് എത്തിക്കാനുള്ള എളുപ്പവഴികൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മപദത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമാണോ എന്നൊക്കെയുള്ള അർജുനൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് അർജുനനോട് ഞാൻ എല്ലാ വഴിയും പറഞ്ഞു തരാം, നീ നിനക്ക് വേണ്ടതുപോലെ സ്വീകരിക്കുക, ഇതാണ് നിൻ്റെ വഴി, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഗുരുനാഥന്മാർ പറയുമ്പോൾ അന്ധമായിട്ട് വിശ്വസിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ അവർ ക്ലിയറാക്കി തരും. എന്നിട്ട് അനുഭവത്തിൽ കൂടെ വിശ്വസിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞാൻ പറയുന്ന ഒന്നും നീ കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം അനുഭവങ്ങളുണ്ട്. എല്ലാ കാര്യം ജ്ഞാനം വിജ്ഞാനമാണ്. അറിവ് നേടുക, അത് അനുഭവത്തിലൂടെ. വിജ്ഞാനം പറയുമ്പോഴേക്കും അനുഭവം കൂടെ വേണം. അനുഭവത്തിലൂടെ ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. മാത്രമല്ല ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിനക്ക് അങ്ങനെ ആയിട്ട് മാറാൻ പറ്റും. കാരണം ക്രമമുക്തിയേക്കാൾ ശ്രേഷ്ഠമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുക്തി നേടാനായിട്ട് ധാരാളം വഴികളുണ്ട്. അത് അപ്പോൾ ജ്ഞാനം വിജ്ഞാന യോഗത്തിൻ്റെ തുടർച്ചയായതിനെ കൊണ്ട് അത് എങ്ങനെയാണ് ആ ജീവിച്ചിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്ത് തന്നെ മുക്തി നേടുക എന്നുള്ളത് ഞാൻ വിവരിച്ചു തരാം എന്നാണ് പറയുന്നത്. രാജവിദ്യ രാജഗുഹ്യം എന്നാണ് പറയുന്നത്. രാജവിദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം നമ്മളെ പൂർണ്ണമായിട്ടും ബ്രഹ്മത്തിലേക്ക് ഇത് എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് രാജവിദ്യ എന്ന് പേര് കൊടുത്തത്. ഇനി രാജഗുഹ്യം എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും രഹസ്യമാണത്. എല്ലാവർക്കും വെറുതെ വലിച്ചു വിളമ്പാനുള്ളതല്ല. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതിഗോപ്യമായിട്ട് വിവരിച്ചു കൊടുക്കേണ്ട ഉപദേശമാണത്. യോജിച്ചവർക്ക് മാത്രമേ അങ്ങനെ കൊടുക്കുകയുള്ളൂ. അപ്പം നീ അതിലൊരാളാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു എന്നാണ് ഭഗവാന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നീ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വീരയോദ്ധാവുമാണ്. അതുകൊണ്ട് അർജുന, ഞാൻ നിനക്ക് ഇത് ഉപദേശിക്കാം. രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്. അപ്പോൾ അർജുനനെ പോലെയുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇത് ആശയങ്ങളെ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അർജുനൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളും കൂടെ പെടും. നമ്മളും അർജുനന്മാരാണ്. നമ്മൾക്കും ഈ തത്വങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുക പോലും ഇല്ല അല്ലേ, അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. കാരണം ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ സയൻസിലൊക്കെ എങ്ങനെയാണ്, ആദ്യം ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അന്വേഷിച്ച് പലതരത്തിൽ അന്വേഷിച്ച് വിവിധ വശങ്ങളെടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ഒരു തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞ് അതിൽ ഓരോ ഭാഗത്തെയും വൃത്തിയായിട്ട് പഠിക്കുക. ഗ്രൂപ്പുകളൊക്കെ ആക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പുകൾ ഇതിനെ പറ്റിയിട്ടെല്ലാം പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ ഇത് വേണ്ടേ, എന്നാൽ നമുക്കിത് തള്ളിക്കളയാം എന്ന് ഉള്ള രൂപത്തിൽ ചർച്ച ചെയ്ത് അവസാനം ഒരു കൺക്ലൂഷനിൽ അല്ലെങ്കിൽ നിഗമനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇത് കണ്ടറിഞ്ഞ് അനുഭവിച്ചിട്ട് മതി വിശ്വസിക്കാൻ. അല്ലാതെ ഇതിങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് നീ വിശ്വസിക്കുകയും വേണ്ട.
അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഭഗവാനാണ് തുടങ്ങുന്നത്. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാം അനസൂയേവ ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. മലയാളം. അസൂയാഹീനനാം നിന്നോടുരയ്ക്കാം ഗോപ്യമാത്മജാൻ ജ്ഞാനവിജ്ഞാനമൊട്ടേതാം അശുഭങ്ങളണഞ്ഞിടാ. ഭഗവാൻ പറയുന്നു, ഗുഹ്യതമം ഇതം ജ്ഞാനം തു, പരമരഹസ്യമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ ജ്ഞാനത്തെ വിജ്ഞാനസഹിതം അനുഭവസഹിതമാണ്. അനസൂയവേ അസൂയയില്ലാതെ ശുദ്ധമായ മനസ്സോടെ തേ പ്രവക്ഷ്യാമി, നിനക്ക് ഞാൻ ഉപദേശിക്കാം. കാരണം ഇതറിയാൻ നിനക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനിത് നിനക്ക് ഉപദേശിക്കാം. എല്ലാവർക്കും അങ്ങനെ ഉപദേശിക്കുന്നൊരു കാര്യം അല്ല ഇത്. യത് ജ്ഞാത്വ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ അശുഭാത്, സംസാര ദുഃഖത്തിൽ നിന്ന് മോക്ഷ്യസേ, നീ മുക്തനായിക്കൊള്ളും. അപ്പോൾ അർജുനന് ശ്രേയസ് വരണം എന്ന് അർജുനൻ്റെ മനസ്സിലുണ്ട്. യഥാർത്ഥമായിട്ടും ഒരു ശ്രേയസ് എനിക്ക് ലഭിക്കണമെന്ന് അർജുനന് ആഗ്രഹമുണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. മാത്രമല്ല ഇനിയിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും ഇതൊക്കെ വിവരിച്ചു കൊടുത്താലും അതിനെ തള്ളാതെ കൊള്ളും, അർജുനൻ അത് ഏറ്റെടുക്കും എന്നും ഭഗവാന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഈ ജ്ഞാനത്തെ യാതൊരു ദോഷവുമില്ലാതെ, അതായത് ദോഷദൃഷ്ടിയൊന്നുമില്ലാതെ ഞാൻ നിനക്ക് ഉപദേശിക്കാം. മാത്രമല്ല ഈ ജ്ഞാനത്തിൻ്റെ ഫലവും അതിൻ്റെ അനുഭവവും എല്ലാം നിനക്ക് ഞാൻ വിവരിച്ചു തരാം. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ മനസ്സിലാക്കുക എന്താണ്, നമ്മൾ ബാഹ്യലോകവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഒരു രഹസ്യമല്ലേ. നമുക്ക് ആരോടും, ഒരു ലോകത്തിലുള്ള ഒരാളുമായിട്ടും ഒരു പരിചയമോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഒറ്റയാനായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമുക്ക് ജീവിത പ്രശ്നങ്ങളൊക്കെ വളരെ വിഷമമുള്ളതായിട്ട് തോന്നും. എല്ലാം ചെയ്യുന്നതൊക്കെ ഒരു ശല്യമായിട്ടും തോന്നും. അപ്പം നമുക്ക് വേണ്ട, ഇനി ജീവിക്കാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സവിടെ ആകെ ഡിപ്രഷൻ അല്ലെങ്കിൽ നിരാശപ്പെടും അല്ലേ. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ, അതായത് അതൊന്നും കുഴപ്പമില്ല, നേരെ വന്നോ, എൻ്റെ വഴിക്ക് വന്നോ എന്ന് പറഞ്ഞ് നമ്മളെ കടിഞ്ഞാണിട്ട് കൊണ്ടുവരേണ്ട ഒരു സ്ഥാനമാണ് ആർക്ക്, ഭഗവാന്. ഡ്രൈവറുടെ സ്ഥാനത്തിരുന്ന് വണ്ടിയെ നിയന്ത്രിക്കുന്ന പോലെ നമ്മൾക്ക് വരുന്ന വിഘ്നങ്ങൾ, ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം എങ്ങനെ തരണം ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് വിപത്തുകളെയൊക്കെ നോക്കിയിട്ട് അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് പറയുന്നതിന് പകരം പുഞ്ചിരി തൂകി നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി ബുദ്ധിമാന്മാരായിട്ട് ജീവിക്കുക. ഇതെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അല്ലേ. അതിന് വേണ്ടതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. മലയാളം. ഗോപ്യം സൗഖ്യസാധനം, നേരിട്ടനുഭവം നൽകും, വേറൊന്നും നഷ്ടമായിടാ. ഇതം രാജവിദ്യ, നേരത്തെ പറഞ്ഞല്ലോ, ഇത് മഹത്വമുള്ള ഒരു വിദ്യയാണ്. രാജവിദ്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആ വിദ്യകളിൽ വെച്ച് അതിപ്രധാനമാണ്, അതുകൊണ്ടാണ് രാജവിദ്യ എന്ന് വിളിക്കുന്നത്. രാജഗുഹ്യം, അത്യന്തം രഹസ്യമാണ്. പവിത്രം ഉത്തമം, വളരെ പവിത്രമാണ്, മാത്രമല്ല ഉത്തമമാണ്. പ്രത്യക്ഷാവഗമം, നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. അതായത് എക്സ്പീരിയൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും നമ്മൾക്ക്. ഭഗവാൻ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഭഗവാൻ നേരിട്ട് വന്നിട്ടില്ലെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ നമ്മൾക്ക് അനുഭവങ്ങൾ കൊണ്ട് തരുന്നുണ്ട്. അതേപോലെ ഇതെല്ലാം നിനക്ക് നേരിട്ട് അനുഭവിച്ച് അറിയാൻ പറ്റും. മാത്രമല്ല ഇത് ധർമ്മ്യമാണ്, ധാർമ്മികമാണ്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. മാത്രമല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ധ്യാനയോഗം നീ പരിശീലിക്കുകയാണെങ്കിൽ നിനക്കും എന്ത് കിട്ടും,
ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ കഴിയും. കർത്തും സുസുഖം, അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങൾ. അവ്യയം, നാശരഹിതമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ ഒരു ദിവസം അമ്പലത്തിൽ പോവുക, എന്നിട്ട് എന്താണോ അവിടുത്തെ ചടങ്ങുകൾ വെച്ചാൽ അതിലെല്ലാം പങ്കുകൊള്ളുക. ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അവരവരുടേതായിട്ടുള്ള പള്ളികളിലൊക്കെ പോവുക, അവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ പങ്കുകൊള്ളുക അല്ലേ. അപ്പോൾ ഇത് മാത്രം അല്ല എന്നതാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെപ്പോഴും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ കർമ്മങ്ങളെല്ലാം എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാന് സമർപ്പിച്ച് വേണം ചെയ്യാനെന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, പവിത്രമാണ്, ഉത്തമമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത തരത്തിലാണെങ്കിലോ, നമുക്ക് ഗ്രഹിക്കാനേ പറ്റാത്തതാണ് ഈ ഒരു വിദ്യ എങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗശൂന്യമായിട്ട് തന്നെ തോന്നുള്ളൂ എന്നൊരു ചിന്ത വരികയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പം എങ്ങനെ മനസ്സിലാക്കുക? അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല എന്ന ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടോളൂ. അത് ഉപയോഗശൂന്യമല്ല, അത് നേരിട്ട് അനുഭവിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ധർമ്മമാണ്. നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്ന ഈ ലോകത്തിൽ സയൻസ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാമല്ലേ. പുതിയ പുതിയ പല കാര്യങ്ങളും പല അറിവുകളും പണ്ട് കാലത്തില്ലാത്ത പല പല സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ അതിന് ഉദാഹരണം തന്നെയാണല്ലോ. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പം. അങ്ങനെയുള്ള പല പല അറിവുകളും പുതിയ സയൻസ് പലതരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് പലതരം അറിവുകളും പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പഠിച്ച് ഇത്രയും അറിവ് നേടുന്നുണ്ട്, അല്ലെങ്കിൽ സയൻസ് പുരോഗമിക്കുന്നുണ്ട്, ശാസ്ത്രം വളരുന്നു, നമ്മൾക്ക് വികസനങ്ങൾ ധാരാളം വരുന്നു. എന്നിട്ടും പേഴ്സണലായിട്ട് ഓരോരുത്തരെയും എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്കൊക്കെ വല്ല അറുതിയും വരുന്നുണ്ടോ? ഇത്രയൊക്കെ വികസിച്ചിട്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട്, ഇതെല്ലാം പഠിച്ചിട്ട് ഇല്ല. മനുഷ്യന്മാരുടെ ടെൻഷൻ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു വഴിയുണ്ടോ? എന്നാൽ പിന്നെ എളുപ്പത്തിലാണെങ്കിൽ, അതും എളുപ്പമാണെന്നും പറയുന്നുണ്ട്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്നും കൂടെ പറയുമ്പം ഭഗവാൻ പറയുമ്പോൾ അർജുനൻ തീർച്ചയായിട്ടും എന്നാൽ പിന്നെ എന്താണെന്നൊന്ന് കേട്ടുകളയാം എന്നൊരു ആഗ്രഹം അർജുനന് വരും. നമുക്കും ഉണ്ടല്ലേ ആഗ്രഹം. എളുപ്പത്തിൽ കുട്ടികളുടെ പഠിക്കുമ്പോൾ മാർക്ക് നേടുന്ന പോലെയാണ്. എളുപ്പത്തിലെങ്ങനെ മാർക്ക് കിട്ടുക? എളുപ്പത്തിലെങ്ങനെ മാർക്ക് കിട്ടുക ചോദിച്ചാൽ എന്താ, ചില കുട്ടികളില്ലേ ഈ സിലബസ് കൊടുത്തിട്ടുണ്ടാവും, അവരുടെ ആ ഒരു സെൻറ്റൻസ് എടുക്കും, എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്നുവെച്ചാൽ അത്ര മതി. അതെനിക്ക് അത്രേ പഠിക്കാൻ പറ്റുള്ളൂ, എന്നാലും എനിക്ക് പാസ്സാവാമല്ലോ, പാസ്സാവണമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് അതെങ്കിലും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു വരും. അതേ എളുപ്പത്തിൽ മാർക്ക് കിട്ടണം. എളുപ്പത്തിൽ മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കാണ്ട് ഒരു ടീച്ചർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു കണക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പുകളിൽ കൂടെ മാത്രമേ അതിന് ഉത്തരം കിട്ടുള്ളൂ. അതൊന്നും വേണ്ട, മിസ്സ് പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, ഡിവിഷൻ ചെയ്യണോ, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതല്ല, അതുപോലെ ഇവിടെ എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് തന്നെയാണ് കേൾക്കാൻ. ഇപ്പം നമ്മൾക്കോ ഒരു കാര്യത്തിനെ പറ്റിയിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഒന്നിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് സയൻസ് വികസിച്ചു അതിനെ പറ്റിയിട്ടൊക്കെ വീരവാദം ഇളക്കുമെങ്കിലും അതും അറിയില്ല, മുഴുവനായിട്ടും വ്യക്തമായിട്ടുള്ള യാതൊന്നും അറിയില്ല. ആരുടെങ്കിലും ഉപദേശം കേൾക്കുമോ? അതുമില്ല. മാത്രമല്ല ഉപദേശിക്കുന്നവരെ വിമർശിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഇവിടെ അസൂയ മനസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഇല്ലാതെ, അസൂയയൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ ദ്രോഹം ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ലാത്ത നല്ല ഗുരുവിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ഈ രാജവിദ്യ അല്ലെങ്കിൽ ഈ വിദ്യ കേൾക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിന് ഞാൻ തന്നെയാണ് ഗുരു. അപ്പോൾ എന്നിൽ നിന്ന് ഞാൻ നിൻ്റെ ദോഷത്തിന് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശിക്കാം, നീ കേട്ടാൽ മാത്രം മതി. ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ സുഖത്തിന് വേണ്ടിയിട്ട് പലതരം
പൂജകൾ നമ്മളോട് പറയുന്നു, മന്ത്രങ്ങൾ പറയുന്നു, ചരട് ജപിച്ച് കെട്ടാൻ പറയുന്നു, കുറേ ചക്രങ്ങൾ എഴുതി തരുന്നു, ഈ മോതിരം ധരിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ആർക്കെങ്കിലും മുഴുവനായിട്ടും സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടില്ല. അത് നമ്മളുടെ മനസ്സാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ചരടെടുത്ത് കെട്ടിയതുകൊണ്ടോ നമ്മുടെ കയ്യിലൊരു മോതിരം കയ്യിലിട്ടുകൊണ്ടോ നമുക്ക് യാതൊരു മാറ്റവും വരില്ല. നമ്മളുടെ ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, അതാണ് മാറ്റേണ്ടത്. അല്ലാതെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോ അനുഭവം വരുമ്പോഴും നമ്മൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ മാറണം എന്നുള്ള ഇതെടുക്കണം. അപ്പം ഭഗവാൻ തീർത്തും പറയാണ്, ഞാൻ പറയുന്നത് കാപട്യമല്ല, നീ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്കിത് പ്രത്യക്ഷമാകും. അപ്പം നീ പരീക്ഷിച്ച് നോക്കൂ എന്ന് അർജുനനോട് പറയുമ്പോൾ നമ്മളോടും കൂടെ ആയിട്ടാണ് പറയുന്നത്. എല്ലാവരോടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, തീർച്ചയാണ് ഇതിൻ്റെ ഫലം. അപ്പം നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതുമാണല്ലോ. അപ്പോൾ എനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയമൊന്നും അവിടെ വേണ്ട, എളുപ്പത്തിൽ സാധിക്കും. ഞാൻ എൻ്റേത് എന്നുള്ള ഒരു ചിന്താഗതി നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അടുത്ത ദിവസം അടുത്ത ശ്ലോകം ചൊല്ലാം, 3ാമത്തെ ശ്ലോകം. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തപൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു